ഹായ് ഓൾ, നമ്മൾ ഇന്ന് ക്ലാസ് 8-ലെ ചാപ്റ്റർ 4 ക്വാഡ്രിലാറ്ററൽസിലെ ഫിഗർ ഇറ്റ് ഔട്ട് പേജ് നമ്പർ 108 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ക്വസ്റ്റ്യൻസ് 8 മുതൽ 11 വരെ ഉള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഇഫ് എ ക്വാഡ്രിലാറ്ററൽ ഹാസ് 4 ഈക്വൽ സൈഡ്സ് ആൻഡ് 1 ആംഗിൾ ഓഫ് 90 ഡിഗ്രി വിൽ ഇറ്റ് ബി എ സ്ക്വയർ? ഒരു ക്വാഡ്രിലാറ്ററലിന്റെ 4 സൈഡും ഈക്വൽ ആയി ഒരു ആംഗിൾ 90 ഡിഗ്രിയുമാണെങ്കിൽ അത് സ്ക്വയർ ആണോ? Find the answer using geometric reasoning as well as by construction and measurement. ഇത് geometric reasoning വെച്ച് ചെയ്യണം, കൺസ്ട്രക്ഷനും മെഷർമെന്റും വെച്ച് ചെയ്യണം. അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ മെഷർമെന്റ് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. ജോമെട്രിക് റീസണിങ്ങിന്റെ ഇത് കാണിച്ചു തരാം. ഇപ്പോൾ 4 സൈഡ് നമുക്കറിയാലോ, 4 സൈഡ് ഈക്വൽ ആണ്. 4 ആംഗിളും 90 ഡിഗ്രി കിട്ടുവാണെങ്കിൽ അത് ഉറപ്പായിട്ടും എന്തായിരിക്കും തന്നെ സ്ക്വയർ ആയിരിക്കും വന്നത്. ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 4 സൈഡ് ഈക്വൽ ആണെന്ന് പറഞ്ഞത്. 4 സൈഡ് ഈക്വൽ ആണെങ്കിൽ അതെന്തായാലും റോംബസ് ആയിരിക്കും. എ ക്വാഡ്രിലാറ്ററൽ വിത്ത് 4 ഈക്വൽ സൈഡ്സ് ഈസ് എ റോംബസ്. ഇനി ഈ റോംബസിന്റെ പ്രത്യേകത അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അഡ്ജസന്റ് ആംഗിൾസ് എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. ഇപ്പോൾ ഒരാംഗിൾ 90 ഡിഗ്രി ആണെന്ന് പറയുമ്പോൾ, ഇവിടുത്തെ ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് പറയുമ്പോൾ ഈ ആംഗിളും എത്ര തന്നെയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ എ 90 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ സിയും 90 ഡിഗ്രി ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അഡ്ജസന്റ് ആംഗിൾസ് 180 ഡിഗ്രിയാണ്. അപ്പൊ എ 90 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ബിയും 90 ഡിഗ്രി ആയേ പറ്റുള്ളൂ. സി 90 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ഡിയും 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നോക്കിക്കേ, എല്ലാ സൈഡ്സും ഈക്വലായി, എല്ലാ ആംഗിൾസും ഈക്വലായി അത് 90 ഡിഗ്രി കിട്ടുകയും ചെയ്തു. അതിനെ നമ്മൾ വിളിക്കുന്നതാണ് സ്ക്വയർ. ഇനി വേണമെങ്കിൽ ഇത് നമുക്ക് പ്രൂഫ് ഉപയോഗിച്ച് ചെയ്യാം. ഇതില് ABCD എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ എടുക്കുവാണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഇതിന്റെ 4 സൈഡും ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രി ആണ് നമ്മൾ കൺസിഡർ ചെയ്യും. ഇതിൻ്റെ അകത്ത് DAB എന്ന് പറയുന്നതാണ് 90 ഡിഗ്രി ആയിട്ട് എടുത്തേക്കണേ. നമുക്ക് ആദ്യം കാണിച്ച പ്രൂഫ് എഴുതിയാലും മതി, അല്ല കുറച്ചും കൂടി ഡീറ്റെയിൽഡ് പ്രൂഫ് വേണമെങ്കിൽ നിങ്ങൾ ഇത് നോക്കി വെച്ചാൽ മതി. ഇവിടെ നമുക്ക് 2 ട്രയാങ്കിൾ കിട്ടുന്നുണ്ട്. ആദ്യത്തെ ട്രയാങ്കിൾ ADB, ഇത് ഒരു ട്രയാങ്കിൾ, ഇത് അടുത്ത ട്രയാങ്കിൾ CDB. ഇത് രണ്ടും കോൺഗ്രുവൻ്റ് ആണെന്നാണ് നമ്മൾ തെളിയിക്കാൻ പോകുന്നത്. ഇതിൻ്റെ അകത്ത് ഈ ADയും ABയും ഈക്വൽ ആയിട്ടാണ് വന്നത്. അപ്പൊ ഇതൊരു ഐസോസലസ് ട്രയാങ്കിൾ വന്നില്ലേ? ഐസോസലസ് ട്രയാങ്കിൾ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസും എങ്ങനെ തന്നെയായിരിക്കും വരുന്നത്? ഈക്വൽ ആയിട്ടായിരിക്കും വരുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ എടുക്കുവാണെങ്കിൽ ഇവിടെ 2 ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ AD എന്ന് പറയുന്ന സൈഡും BC എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആയിരിക്കും. ഇവിടെ നാം എടുക്കുവാണെങ്കിൽ ഈ സൈഡും ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ AB എന്ന് പറയുന്ന സൈഡ് ഈക്വൽ ടു ആരായിരിക്കും വരുന്നത്? DC എന്ന് പറയുന്ന സൈഡിനോടായിരിക്കും ഈക്വൽ ആയിട്ട് വരുന്നത്. എല്ലാ സൈഡും ഈക്വൽ ആണ്, നമുക്ക് ഏത് സൈഡും ആണെങ്കിലും എടുക്കാം. പിന്നെ BD ഈക്വൽ ടു BD, കാരണം എന്താ? കോമൺ സൈഡാണ് വരുന്നത്. അപ്പൊ നമുക്ക് SSS കോൺഗ്രുവൻസ് റൂൾ അനുസരിച്ച് പറയാം, ഇതിന്റെ ഈ 2 ട്രയാങ്കിൾ എങ്ങനെയാണ്? കോൺഗ്രുവൻ്റ് ആണ്. 3 സൈഡും ഈക്വൽ ആയിട്ട് കിട്ടി. അപ്പൊ ഇതിൻ്റെ അകത്ത് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണ് കിട്ടി. കോൺഗ്രുവൻ്റ് ആണെന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ആംഗിൾസ് എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിട്ടായിരിക്കും തന്നെ. അപ്പൊ ഇവിടുത്തെ ആംഗിൾ 1ഉം അതുപോലെ തന്നെ ഈ ഇവിടുത്തെ ആംഗിൾ 2ഉം ഓൾറെഡി ഇത് ഐസോസലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഈക്വൽ ആയിരിക്കും. നമ്മൾ ട്രയാങ്കിൾ ABD കൺസിഡർ ചെയ്യുവാണെങ്കിൽ AB ഈക്വൽ ടു AD ആയിരിക്കും വരുന്നത്. AB ഈക്വൽ ടു AD, സൈഡ്സ് ഈക്വൽ ആയതുകൊണ്ട് അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളും ഈക്വൽ ആയിരിക്കും. ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2 ആണ് വരുന്നത്. ഇനി നമ്മൾ ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് ട്രയാങ്കിൾ കൊടുക്കാൻ നേരത്ത് ആംഗിൾ 1ഉം ആംഗിൾ 2ഉം 90 ഡിഗ്രിയും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. അപ്പോൾ നമുക്ക് കിട്ടും ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 എന്ന് പറയുന്നത് എത്രയാ? പ്ലസ് 90 ഡിഗ്രി അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് മൈനസ് ഡിഗ്രി ആവും. 180 മൈനസ് 90 എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയി. ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിട്ട് കിട്ടി. ഇനി ആംഗിൾ 1ഉം ആംഗിൾ 2ഉം ഈക്വൽ ആണല്ലോ. അപ്പൊ നമുക്ക് 2 ടൈംസ് ആംഗിൾ 1 ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് എഴുതാം. അതിന്റെ അർത്ഥം ആംഗിൾ 1 എത്രയാന്ന് കിട്ടും? 90 ഡിവൈഡഡ് ബൈ 2. 90 ഡിവൈഡഡ് ബൈ 2 എത്രയാ? 45 ഡിഗ്രി. അപ്പൊ ആംഗിൾ 1 45 ഡിഗ്രി ആന്ന് കിട്ടി, ആംഗിൾ 2 45 ഡിഗ്രി ആന്ന് കിട്ടി.
ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആയതുകൊണ്ട് ഈ സെയിം കണ്ടീഷൻ തന്നെയായിരിക്കും ഇവിടെയും വരുന്നത്. ആംഗിൾ 4ഉം 45 ഡിഗ്രി ആയിരിക്കും, ആംഗിൾ 3യും 45 ഡിഗ്രി ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗിൾ ഡി എത്രയാന്ന് കിട്ടി? 90 ഡിഗ്രിയാന്ന് കിട്ടി. ആംഗിൾ ബി എത്രയാന്ന് കിട്ടി? 90 ഡിഗ്രിയാന്ന് കിട്ടി. ഇനി ആംഗിൾ എയും ആംഗിൾ സിയും എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും ബൈ സി പി സി ടി. ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആയതുകൊണ്ട് സി പി സി ടി അനുസരിച്ച് നമുക്ക് ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വൽ ആണെന്ന് പറയാം. അപ്പൊ ഇവിടുത്തെ എല്ലാ ആംഗിളും നമുക്ക് എത്രയാന്ന് കിട്ടി? 90 ഡിഗ്രിയാന്ന് കിട്ടി. അതുപോലെ തന്നെ എല്ലാ സൈഡ്സും ഈക്വൽ ആണെന്ന് കിട്ടി. അപ്പോൾ എ ബി സി ഡി എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ക്വയർ ആയിരിക്കും. എന്നെങ്കിൽ നമുക്ക് ഇപ്പൊ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ലെങ്തി പ്രൂഫ് ചെയ്ത് കൊടുക്കാം. അല്ല 2 മാർക്കിന്റെ ഒക്കെ ആണെങ്കിൽ നമ്മൾ ആ കണ്ടീഷൻ മാത്രം എഴുതിയാലും മതി. ഇനി നമുക്ക് 9th ക്വസ്റ്റ്യൻ നോക്കാം. What type of a quadrilateral is one in which the opposite sides are equal? Justify your answer. What type of quadrilateral is one in which opposite sides are equal? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ക്വാഡ്രിലാറ്ററലിന്റെ പേരെന്തായിരിക്കും? അല്ലെങ്കിൽ എന്ത് ക്വാഡ്രിലാറ്ററൽ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്? ഡ്രോ എ ഡയഗണൽ, ചെക്ക് ഫോർ കോൺഗ്രുവന്റ് ട്രയാങ്കിൾ. ഇതിന്റെ അകത്ത് കോൺഗ്രുവന്റ് ട്രയാങ്കിൾസിന്റെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എ ബി സി ഡി എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ കൺസിഡർ ചെയ്തു. ഈ ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ എ ബി എന്ന് പറയുന്ന ആരോട് ഈക്വൽ ആണ്? സി ഡിനോട് ഈക്വൽ ആണ്. അതുപോലെ തന്നെ എ ഡി എന്ന് പറയുന്നത് ആരോട് ഈക്വൽ ആണ്? ബി സിനോട് ഈക്വൽ ആണ്. ഇത്രയും ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യമാണ്. ഇനി നമ്മൾ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണ്. ട്രയാങ്കിൾ എ ഡി സി, ഈ ഫസ്റ്റ് ട്രയാങ്കിൾ. പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ സി ബി എ. ഈ രണ്ട് ട്രയാങ്കിൾ നമ്മൾ കോൺഗ്രുവൻ്റ് ആണെന്ന് തെളിയിക്കാൻ പോകും. ഇത് കോൺഗ്രുവൻ്റ് ആണെന്ന് തെളിയിക്കാനായിട്ട് ഓൾറെഡി ഇതിൻ്റെ അകത്ത് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. അപ്പൊ എ ബി ഈസ് ഈക്വൽ ടു സി ഡി എന്ന് എഴുതാം. ഇനി എ സി എന്ന് പറയുന്ന രണ്ട് ട്രയാങ്കിളിലും കോമൺ ആയിട്ടുള്ള സൈഡാലോ? എ സി ഈസ് ഈക്വൽ ടു എ സി, അത് കോമൺ ആണ് വരുന്നത്. പിന്നത്തെ കണ്ടീഷൻ എന്നാ? എ ഡി ഈക്വൽ ടു ബി സി. ഇവിടെ നമുക്ക് 3 സൈഡ് കിട്ടി. അപ്പൊ എസ് 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 കോൺഗ്രുവൻസ് റൂൾ അനുസരിച്ച് നമുക്ക് എങ്ങനെ പറയാം? ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണ്. അപ്പൊ ട്രയാങ്കിൾ എ ഡി സി എന്ന് പറയുന്നത് കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ സി ബി എ ആണ് കിട്ടി. ഇനി ഇവിടെ നമ്മൾ ആംഗിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ആംഗിൾ 1ഉം ഈ ആംഗിൾ 3യും ഈക്വൽ ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ കിടക്കണ ഈ ആംഗിൾ 2ഉം ഈ ആംഗിൾ 4ഉം ഈക്വൽ ആയിട്ടായിരിക്കും വരുന്നത്. സി പി സി ടി വെച്ച് നമുക്ക് അത് എഴുതാം. അല്ലെങ്കിൽ പിന്നെ എടുക്കാവുന്നത് ഈ രണ്ട് ട്രയാങ്കിൾ, ഇപ്പം ഇത് രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എ സി എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സൽ ഓഫ് ദ ലൈൻ എ ബി ആൻഡ് ഡി സി ആൻഡ് ഓൾട്ടർനേറ്റ് ആംഗിൾസ് 1ഉം 3യും ഈക്വൽ ആന്ന് കിട്ടി. ഈ 1ഉം 3യും ഈക്വൽ ആന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് ഈക്വൽ ആന്ന് തന്നെ. സി പി സി ടി അനുസരിച്ച് ആംഗിൾ 1ഉം ആംഗിൾ 3യും ഈക്വൽ ആന്ന് എഴുതാം. ആംഗിൾ 2ഉം ആംഗിൾ 4ഉം ഈക്വൽ ആന്ന് എഴുതാം. ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണെന്ന് കിട്ടി. ഇത് കോൺഗ്രുവൻ്റ് ആണെന്ന് കിട്ടിയോണ്ടാണ് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റുന്നത്. കാരണം ഇതിന്റെ സൈഡുകളുണ്ടോ? ഈ സൈഡും ഈ ഓപ്പോസിറ്റ് സൈഡ്സുകളാണ് ഈക്വൽ ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടുത്തെ ആംഗിൾ 1ന് ആംഗിൾ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് ഇവിടെ കിടക്കുന്ന ആംഗിൾ സിയിലെ ഒരു ആംഗിൾ ആണ് വരുന്നത്. ദാറ്റ് ഈസ് ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 3. അപ്പൊ ഓൾട്ടർനേറ്റ് ആംഗിൾസ് എങ്ങനെയാന്ന് കിട്ടി? ഈക്വൽ ആന്ന് കിട്ടി. ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ലൈൻസ് എന്തായേ പറ്റുള്ളൂ? പാരലൽ ആയേ പറ്റുള്ളൂ. അപ്പൊ എ ബി എന്ന് പറയുന്നത് പാരലൽ ടു സി ഡി. അതുപോലെ തന്നെ ആംഗിൾ 2ഉം ആംഗിൾ 4ഉം ഈക്വൽ ആയതുകൊണ്ട് അവിടെ നമുക്ക് എന്ത് പറയാം? എ ഡി എന്ന് പറയുന്ന ലൈൻ ബി സി എന്ന് പറയുന്ന ലൈനോട് പാരലൽ ആണ്. ഇതല്ലേ നമുക്കിവിടെ പാരലോഗ്രത്തിന്റെ ഡെഫിനേഷൻ. രണ്ട് ലൈൻസ് പാരലൽ ആയിരിക്കണം. അതുപോലെ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എങ്ങനെയായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലും ലൈൻസ് പാരലലും ആയിട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പാരലോഗർ ആയിരിക്കും. അപ്പൊ നമുക്കിവിടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചിരിക്കുന്നത് ഇത് എന്ത് ക്വാഡ്രിലാറ്ററൽ ആയിരിക്കും? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ആ ക്വാഡ്രിലാറ്ററൽ ഒരു പാരലോഗ്രം ആയിരിക്കും.
ഇവിടെ കോൺഗ്രുവൻസ് റൂൾ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എപ്പോഴും ഇങ്ങനെയാണ് വന്നതെന്ന് ഓർക്കുക. ആംഗിൾ 1ഉം ആംഗിൾ 4ഉം ആണ് നമ്മൾ എടുക്കുന്നത്. ആംഗിൾ 2ഉം ആംഗിൾ 3ഉം ഓപ്പോസിറ്റ് കിടക്കുന്നതാണ് നമ്മൾ എടുക്കുന്നത്. ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട് ഈ രണ്ട് ലൈൻസ് പാരലൽ ആയിട്ട് കിട്ടും. ഇനി 10th question. Will the sum of the angles in the quadrilateral such as the following one also be 360 degree? ഇതിന്റെ അകത്ത് സം ഓഫ് ദ ആംഗിൾസ് ഇൻ എ ക്വാഡ്രിലാറ്ററൽ, ഇവിടെ കൊടുത്തിരിക്കുന്ന ക്വാഡ്രിലാറ്ററലിന്റെ ടോട്ടൽ ആംഗിൾ 360 ഡിഗ്രി തന്നെയാണ്. നമ്മളിത് കാണുമ്പോൾ തന്നെ ഓർക്കും ട്രയാങ്കിൾ അല്ലേ. ട്രയാങ്കിൾ അല്ല, ഇതിന് 4 സൈഡ് വരുന്നുണ്ട്. 1 2 3 4. നമ്മൾ സാധാ കണ്ടിരിക്കുന്ന ക്വാഡ്രിലാറ്ററൽ എങ്ങനെയാ, ഒന്നുകിൽ റെക്ടാംഗിൾ, സ്ക്വയർ, കൈറ്റ് അങ്ങനെയൊക്കെ വരുന്നതല്ലേ. ഈ ക്വാഡ്രിലാറ്ററലിന്റെയും ടോട്ടൽ ആംഗിൾ 360 ഡിഗ്രി ആണോ? ഫൈൻഡ് ദ ആൻസർ യൂസിങ് ജോമെട്രിക്കൽ റീസണിങ് ആസ് വെൽ ആസ് കൺസ്ട്രക്ടിങ് ദിസ് ഫിഗർ ആൻഡ് മെഷറിംഗ്. അപ്പൊ ഇത് ജോമെട്രിക്കൽ റീസണിങ് വെച്ചും സോൾവ് ചെയ്യുക, അതുപോലെ തന്നെ ഇത് കൺസ്ട്രക്ട് ചെയ്തിട്ടും സോൾവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫിഗർ ഇതുപോലെ തന്നെ കൺസ്ട്രക്ട് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നമുക്ക് സാധാ ഇങ്ങനെ ഒരു ഫിഗർ ആണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ജോയിൻ ചെയ്യുക, ഈ രണ്ട് ലൈനുകൾ തമ്മിൽ ജോയിൻ ചെയ്യും. എന്നിട്ട് നമ്മൾ ആംഗിളിന് പേര് കൊടുക്കുകയാണ്. ABCDയിൽ ഈ ഇവിടെ കിടക്കുന്ന ആംഗിളിനെ ആംഗിൾ 1 എന്ന് കൊടുത്തു, ഇത് ആംഗിൾ 2 എന്ന് കൊടുത്തു, ഇത് ആംഗിൾ 3 കൊടുത്തു, ഇത് ആംഗിൾ 4 കൊടുത്തു. ഇപ്പൊ നമുക്ക് രണ്ട് ട്രയാങ്കിൾ കിട്ടിയല്ലോ. ഇവിടെ ആദ്യം നമ്മൾ എന്താ ചെയ്തത്, ഈ രണ്ട് സൈഡുകൾ ABD എന്ന് പറയുന്ന വെർട്ടെക്സ് ആദ്യമേ നമ്മളൊന്ന് ജോയിൻ ചെയ്തു. ജോയിൻ BD ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ട്രയാങ്കിൾ ആണ് കിട്ടുന്നത്. ഒരു ട്രയാങ്കിൾ ABDയും അടുത്ത ട്രയാങ്കിൾ BDCയും ആണ് കിട്ടുന്നത്. ഇനി നമ്മൾ ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് എ ട്രയാങ്കിൾ കൊടുക്കുകയാണ്. ആംഗിൾ Aയും 1ഉം 3യും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം, 180 ഡിഗ്രി കിട്ടണം. BDC എന്ന് പറയുന്ന ട്രയാങ്കിൾ കൊടുക്കുമ്പോൾ ആംഗിൾ Cയും ആംഗിൾ 2ഉം ആംഗിൾ 4ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം, 180 ഡിഗ്രി കിട്ടണം. ഇനി ഈ രണ്ടും കൂടി നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് നോക്കുക. ആംഗിൾ 1ഉം ആംഗിൾ 2ഉം കൂടി ആഡ് ചെയ്യാം. അപ്പൊ ആംഗിൾ Aയും ആംഗിൾ Cയും, അല്ലെങ്കിൽ ഇത് ഒരുമിച്ച് ചെയ്ത് ആംഗിൾ A പ്ലസ് ആംഗിൾ 1 പ്ലസ് ആംഗിൾ 3 പ്ലസ് ആംഗിൾ C പ്ലസ് ആംഗിൾ 2 പ്ലസ് ആംഗിൾ 4 ഈക്വൽ ടു 180 പ്ലസ് 180. ഇനി നമ്മൾ ഇതിനെ പെയർ ചെയ്യാം. ആംഗിൾ A അവിടെ കിടക്കുക, ആംഗിൾ 1നെയും 2നെയും കൂടി അടുപ്പിച്ചുകൊണ്ടുവരിക. അതുപോലെ തന്നെ ആംഗിൾ 3നെയും ആംഗിൾ 4നെയും കൂടി അടുപ്പിച്ചു കൊണ്ടുവരും. ആംഗിൾ C പിന്നെ 180 പ്ലസ് 180 എന്ന് പറയുന്നത് എത്ര കിട്ടി, 360 ഡിഗ്രി കിട്ടി. ഈ ആംഗിൾ 1ഉം ആംഗിൾ 2ഉം കൂടി ചേരുന്നതാണ് നമ്മുടെ ആംഗിൾ D എന്ന് പറയുന്നത്. ആംഗിൾ A പ്ലസ് ആംഗിൾ D പ്ലസ് ആംഗിൾ 3ഉം 4ഉം കൂടി ചേരുമ്പോഴാണ് നമുക്ക് B കിട്ടുന്നത്. ആംഗിൾ A പ്ലസ് ആംഗിൾ D പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C എന്ന് പറയുന്നത് എത്രയാന്ന് കിട്ടി, 360 ഡിഗ്രിയാന്ന് കിട്ടി. സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ABCD എത്രയാന്ന് കിട്ടി, 360 ഡിഗ്രിയാന്ന് കിട്ടി. ഇത് 360 ഡിഗ്രി ആണെങ്കിൽ ഇത് എന്തായിരിക്കും, ക്വാഡ്രിലാറ്ററൽ ആയിരിക്കും. പിന്നെ ഇത് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ മെഷർമെന്റ് ചെയ്യാൻ നമ്മൾ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ഇതിന്റെ ഓരോന്നിന്റെ ആംഗിൾ കണ്ടുപിടിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ. സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ABCD എന്ന് പറയുന്നത് എത്രയാണോ എന്നത് 360 ഡിഗ്രിയാണ് വന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്. ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയണം. എന്നിട്ട് നമ്മൾ അതിന്റെ ജസ്റ്റിഫൈയും കൂടി ചെയ്യണം. എ ക്വാഡ്രിലാറ്ററൽ whose diagonals are equal and bisect each other must be a square. ക്വാഡ്രിലാറ്ററലിന്റെ ഡയഗണൽസ് ഈക്വൽ ആയതും അത് ബൈസെക്ട് ചെയ്യുന്നതും ഉറപ്പായിട്ടും ഒരു സ്ക്വയർ ആയേ പറ്റുള്ളൂ. അത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് കേസിൽ എ ക്വാഡ്രിലാറ്ററൽ whose diagonals are equal and bisect each other need not be a square. must be a square എന്നാ പറഞ്ഞിരിക്കുന്നത്. അത് ഉറപ്പായിട്ടും സ്ക്വയർ ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല, റെക്റ്റാങ്കിളും ആകാം. ഇപ്പൊ ഇവിടെ ഒരു ഫിഗർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ഫിഗറിൽ AC എന്ന് പറയുന്നത് BD എന്ന് പറയുന്ന രണ്ട് ഡയഗണലാണ്.
ഈ രണ്ട് ഡയഗണലിന്റെ ലെങ്ത് ഈക്വൽ ആണ്, അതുപോലെ തന്നെ ഇത് ബൈസെക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ ക്വാഡ്രിലാറ്ററൽ സ്ക്വയറിന്റെ ഷേപ്പിലല്ലല്ലോ ഇരിക്കണേ, റെക്ടാങ്കിളിന്റെ ഷേപ്പിലല്ലേ ഇരിക്കണം. കാരണം ഈ എ ബി എന്ന് പറയുന്ന ലെങ്ത് കൂടുതലുണ്ട്, സി ഡിയും എ ബിയും ഒരേ ലെങ്ത് ആണ് വരുന്നത്. ഇത് ചെറിയ ലെങ്ത് ആണ് ഈ രണ്ടെണ്ണം വന്നിരിക്കുന്നത്. എ ഡിയും ബി സിയും ചെറിയ ലെങ്ത് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ എപ്പോഴും ഇത് സ്ക്വയർ ആവണം, മസ്റ്റ് ബി എ സ്ക്വയർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് റെക്ടാങ്കിളും ആകും. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്താന്ന് പറയാം, ഫോൾസ്. ഫസ്റ്റ് കണ്ടീഷൻ നമുക്ക് ഫോൾസ് എന്ന് എടുക്കാം. കാരണം മസ്റ്റ് ബി പറഞ്ഞുകൊണ്ടാണ് ഇവിടെ തെറ്റിപ്പോയത്. അല്ലെങ്കിൽ മേ ബി അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ ഏതെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അടുത്തത്, എ ക്വാഡ്രിലാറ്ററൽ ഹാവിംഗ് 3 റൈറ്റ് ആംഗിൾസ് മസ്റ്റ് ബി എ റെക്ടാങ്കിൾ. ഒരു ക്വാഡ്രിലാറ്ററലിന്റെ 3 ആംഗിളും റൈറ്റ് ആംഗിൾ ആണെങ്കിൽ അത് ഉറപ്പായിട്ടും റെക്ടാങ്കിൾ ആയിരിക്കും. അത് ട്രൂ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു റെക്ടാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇത് 90 ഡിഗ്രി കിട്ടി, ഇതും 90 ഡിഗ്രി കിട്ടി, ഇതും 90 ഡിഗ്രി കിട്ടി. ഉറപ്പായിട്ടും ആംഗിൾ ബി എത്ര തന്നെ ആയിരിക്കണം, 90 ഡിഗ്രി ആയിരിക്കണം. കാരണം എന്താ, 3 ആംഗിളിന്റെ സം ചെയ്യുമ്പോൾ നമുക്ക് 270 കിട്ടും. ടോട്ടൽ 4 ആംഗിളിന്റെ സം എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ് വരുന്നത്. ഈ 270 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ 360 മൈനസ് 270 ആവും, അത് 90 ഡിഗ്രി ആണ് കിട്ടി. അപ്പോൾ നാലാമത്തെ ആംഗിളും എന്ത് തന്നെയാവണം, 90 ഡിഗ്രി ആണ്. 90 ഡിഗ്രി ആണെങ്കിൽ അത് എന്തായിരിക്കും വരുന്നത്, റെക്ടാങ്കിൾ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പം 3 റൈറ്റ് ആംഗിൾ വരുവാണെങ്കിൽ അത് ഉറപ്പായിട്ടും എന്തായിരിക്കും, റെക്ടാങ്കിൾ ആയിരിക്കും. ഇനി തേർഡ് ബിറ്റ് പറയുന്നത്, എ ക്വാഡ്രിലാറ്ററൽ ഹൂസ് ഡയഗണൽ ബൈസെക്ട് ഈച്ച് അതർ മസ്റ്റ് ബി എ പാരലോഗ്രാം. ഒരു ക്വാഡ്രിലാറ്ററലിന്റെ ഡയഗണല് ബൈസെക്ട് ചെയ്യുന്നത് അത് ഉറപ്പായിട്ടും പാരലോഗ്രാം ആയിരിക്കും. അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതില് ഇപ്പൊ നമ്മളൊരു ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി കൺസിഡർ ചെയ്യുവാണെങ്കിൽ എ ബി സി ഡി ഇതിന്റെ ഡയഗണൽസിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് 2 ഡയഗണൽസ് വരുന്നുണ്ട്. അതിൽ എ സി എന്ന് പറയുന്ന ഒരു ഡയഗണല്, ബി ഡി എന്ന് പറയുന്ന അടുത്ത ഡയഗണല്. ഇത് രണ്ടും എന്ത് ചെയ്യുക, ബൈസെക്ട് ഈച്ച് അതർ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ ബൈസെക്ട് ഈച്ച് അതർ ആവുമ്പോൾ ഉറപ്പായിട്ടും ഇത് പാരലോഗ്രാം തന്നെ വരുള്ളൂ, വേറെ കണ്ടീഷൻ ഒന്നുമില്ല. നമ്മൾ ഈ 2 ട്രയാങ്കിൾ കോൺഗ്രുവന്റ് ആണെന്ന് തെളിയിച്ചാൽ മതി. ഇതിപ്പോ O എന്ന് നമ്മൾ എടുക്കുവാണെങ്കിൽ ട്രയാങ്കിൾ എ ഒ ഡിയും ട്രയാങ്കിൾ സി ഒ ബിയും, ഈ 2 ട്രയാങ്കിൾ കോൺഗ്രുവന്റ് ആണെന്ന് തെളിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാത് പാരലോഗ്രാം ആണ്. കാരണം ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആല വരുന്നത്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് ഈ പാരലോഗ്രാം അല്ലെങ്കിൽ ഈ ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലും ആണ്. അതുപോലെ തന്നെ കോൺഗ്രുവന്റ് ആവുമ്പോൾ ഇത് എന്തും ആവും, ഈക്വലും ആയിട്ട് വരും. ഈക്വലും ആയിട്ട് വരുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് എന്തായിട്ടേ വരുള്ളൂ, ട്രൂ ആയിട്ടേ വരുള്ളൂ. അപ്പം ഒരു ക്വാഡ്രിലാറ്ററലിന്റെ ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുവാണെങ്കിൽ അത് എന്തായിരിക്കും, അത് പാരലോഗ്രാം ആയിരിക്കും. എ ക്വാഡ്രിലാറ്ററൽ ഹൂസ് ഡയഗണൽസ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ മസ്റ്റ് ബി എ റോംബസ്. ക്വാഡ്രിലാറ്ററലിന്റെ ഡയഗണൽ പെർപെൻഡിക്കുലർ ആണെങ്കിൽ അത് ഉറപ്പായിട്ടും റോംബസ് ആയിരിക്കും. അത് എപ്പോഴും ട്രൂ ആവണമെന്നില്ല. കാരണം നമ്മളിപ്പോ ഇങ്ങനെ ഒരു റോംബസിന്റെ പ്രത്യേകത എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. ഇവിടെ എല്ലാ സൈഡും ഈക്വൽ ആകാത്ത വേറൊരു ഫിഗർ ഞാൻ വരയ്ക്കാം, കൈറ്റ് ഞാൻ വരയ്ക്കാം. ഇത് നേരെ ഞാൻ പെർപെൻഡിക്കുലർ നേരെ താഴോട്ടേക്ക് വരയ്ക്കുകയാണ്. ഇത് 90 ഡിഗ്രി ആണ്. അതുപോലെ തന്നെ ഈ സംഭവവും 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആയിട്ട് ഞാൻ വരയ്ക്കുകയാണ്. ഇവിടെ ഇത് റോംബസ് അല്ല, ഇത് കൈറ്റ് ആണ് വരുന്നത്. ഇപ്പൊ ഞാൻ എ ബി സി ഡി എന്ന് ഒരു ക്വാഡ്രിലാറ്ററൽ എടുക്കുകയാണ്. ലെറ്റ് എ ബി സി ഡി ബി എ ക്വാഡ്രിലാറ്ററൽ whose diagonal AC and BD are perpendicular to each other. This quadrilateral may not be a rhombus. എന്തുകൊണ്ടാ? Because the diagonals AC and BC may not bisect each other. Rhombus ആവുമ്പോൾ അത് ബൈസെക്ട് ഈക്വലി കട്ട് ചെയ്യണം. ഇത് ചെറുതും ഇത് വലിയതും, ഇത് ചെറുതും ഇത് വലിയതും, അത് ഈക്വലി അല്ല കട്ട് ചെയ്യണത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്തായിട്ട് കിട്ടി, ഫോൾസ് ആയിട്ട് കിട്ടി. ഒരു ക്വാഡ്രിലാറ്ററലിന്റെ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ആണെന്ന് കരുതി
അത് മസ്റ്റ് ബി എ റോംബസ് ആണെന്ന് പറയാൻ പറ്റില്ല. റോംബസ് ആണെന്ന് യാതൊരു നിർബന്ധമില്ല. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ക്വാഡ്രിലാറ്ററൽ ഇൻ വിച്ച് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ മസ്റ്റ് ബി എ പാരലോഗ്രാം. അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ അത് ഉറപ്പായിട്ടും പാരലോഗ്രാം ആയിരിക്കും. ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ABCD എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ കൺസിഡർ ചെയ്യുകയാണ്. ഇതിന്റെ അകത്ത് ആംഗിൾ 1ഉം ആംഗിൾ 3ഉം ഈക്വൽ ആണ്, ആംഗിൾ 2ഉം ആംഗിൾ 4ഉം ഈക്വൽ ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ എന്ന് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്തെടുക്കണത്, ആംഗിൾ 1ഉം ആംഗിൾ 3ഉം ഈക്വൽ ആയിട്ട് എടുക്കണം, ആംഗിൾ 2ഉം ആംഗിൾ 4ഉം ഈക്വൽ ആയിട്ട് എടുക്കണം. നമുക്കറിയാം ഒരു ക്വാഡ്രിലാറ്ററലിന്റെ ടോട്ടൽ ആംഗിൾ എത്രയാണ് വന്നത്, 360 ഡിഗ്രിയാണ് വന്നത്. അപ്പൊ ഈ 3 ആംഗിളും കൂടി കൂട്ടുമ്പോൾ നമുക്ക് 360 ഡിഗ്രി കിട്ടും. ആംഗിൾ 3ക്ക് പകരം നമുക്ക് ആംഗിൾ 1നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ആംഗിൾ 4ന് പകരം ആംഗിൾ 2നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് 2 ടൈംസ് ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 ആണ് കിട്ടും. അപ്പൊ ആംഗിൾ 1ഉം ആംഗിൾ 2ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാന്ന് കിട്ടി, 180 ഡിഗ്രി ആണ് കിട്ടി. 180 ഡിഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, അഡ്ജസന്റ് ആംഗിൾ സം നമുക്ക് എത്രയാണ് കിട്ടുന്നത്, 180 ഡിഗ്രി ആണെന്നാണ് കിട്ടുന്നത്. ഇന്റേണൽ ആംഗിൾ സം 180 ഡിഗ്രി ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഈ രണ്ട് ലൈൻസ് എങ്ങനെയായിരിക്കും, പാരലൽ ആയിരിക്കും. ആംഗിൾ 1ഉം ആംഗിൾ 2ഉം ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി ആണെന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ രണ്ട് ലൈൻ കൺസിഡർ ചെയ്യുവാണ്, ADയും BCയും. ഈ ലൈനെ കട്ട് ചെയ്തുകൊണ്ട് പോകുന്ന ട്രാൻസ്വേഴ്സൽ ആണ് AB. ഇതിന്റെ അകത്ത് ഈ കോഇന്റീരിയർ ആംഗിൾസ് 180 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ലൈൻസ് എന്തായേ പറ്റുള്ളൂ, പാരലൽ ആയേ പറ്റുള്ളൂ. AD എന്ന് പറയുന്ന ലൈനും BC എന്ന് പറയുന്ന ലൈനും പാരലൽ ആയേ പറ്റുള്ളൂ. ഈ സെയിം കണ്ടീഷൻ തന്നെ ഇവിടെ നമ്മൾ കൊടുക്കുകയാണ്. 1ന് പകരം 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴും മുകളിലത്തെ രണ്ട് ആംഗിളും എത്രയാന്ന് തന്നെ കിട്ടുവാണ്, ആംഗിൾ 2ഉം ആംഗിൾ 3ഉം ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി ആണെന്ന് തന്നെ കിട്ടുവാണ്. അവിടെയും നമുക്ക് എന്താ കിട്ടുന്നത്, ഇത് ഈ കണ്ടീഷൻ 2ഉം 3ഉം ഇതും ഇവിടെ ADയും BCയും പാരലലാണ്. അതിനെ കട്ട് ചെയ്യുന്ന ട്രാൻസ്വേഴ്സൽ ആണ് DC എങ്കിൽ, അല്ലെങ്കിൽ BC എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ട്രാൻസ്വേഴ്സൽ എടുക്കുകയാണ് എങ്കിൽ BC is the transversal of the line AB and DC. ഇതിന്റെ സമ്മ് നമുക്ക് എത്രയാന്നാ കിട്ടണത്, കോഇന്റീരിയർ ആംഗിൾ സം 180 ആണ് തന്നെയാണ് കിട്ടണത്. അപ്പോഴും ഈ ലൈൻസ് എങ്ങനെയായിരിക്കും വരുന്നത്, പാരലൽ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പൊ ഇതൊരു പാരലോഗ്രാം ആയിട്ടാണ് കിട്ടുന്നത്. ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ABCD പാരലൽ ആണ്. അത് കാരണം ABCD എന്ന് പറയുന്നത് എന്താണ്, പാരലോഗ്രാം ആയിട്ടാണ് കിട്ടുന്നത്. നമ്മൾ ഇത് ഫുള്ള് പ്രൂവ് ചെയ്യാൻ നിൽക്കണ്ട, മാർക്കിനനുസരിച്ച് നമ്മൾ പ്രൂവ് ചെയ്തേച്ചാൽ മതി. അപ്പൊ ഇവിടെ ട്രൂ ആണെന്ന് കിട്ടും. ഇതിപ്പം എ ക്വാഡ്രിലാറ്ററൽ ഇൻ വിച്ച് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ മസ്റ്റ് ബി എ പാരലോഗ്രാം ട്രൂ ഓർ ഫോൾസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രൂ തന്നെ എഴുതിയേച്ചാൽ മതി. ജസ്റ്റിഫിക്കേഷൻ വേണമെങ്കിൽ മാത്രം നിങ്ങൾ അത്രയും ലെങ്തി പ്രോസസ്സിലേക്ക് പോയേച്ചാൽ മതി. ഓൾറെഡി അവിടെ ജസ്റ്റിഫിക്കേഷൻ ചോദിച്ചുകൊണ്ടാണ് ഇത്രയും വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ അങ്ങ് എഴുതിയേച്ചാൽ മതി. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ, എ ക്വാഡ്രിലാറ്ററൽ ഇൻ വിച്ച് ഓൾ ദ ആംഗിൾസ് ആർ ഈക്വൽ ഇസ് എ റെക്ടാംഗിൾ. ഒരു ക്വാഡ്രിലാറ്ററലിന്റെ എല്ലാ ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ അത് റെക്ടാംഗിൾ ആയിരിക്കും. എല്ലാ ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ അത് റെക്ടാംഗിൾ ആയിരിക്കും. ആ സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്. കാരണം നമ്മൾ റെക്ടാംഗിളിന്റെ കേസിൽ മാത്രമാണ് എല്ലാ ആംഗിൾസും എങ്ങനെയായിട്ട് വരുള്ളൂ, ഈക്വൽ ആയിട്ട് വരുള്ളൂ. എല്ലാ ആംഗിൾസും 90 ഡിഗ്രി ആയിട്ട് വരുന്നത് റെക്ടാംഗിളിന്റെ കേസിൽ മാത്രമേ ഉള്ളൂ. എ ക്വാഡ്രിലാറ്ററൽ ഇൻ വിച്ച് ഓൾ ദ ആംഗിൾസ് ആർ ഈക്വൽ ഈസ് എ റെക്ടാംഗിൾ. അത് ട്രൂ ആണ്. അടുത്തത്, ഐസോസ്ലസ് ട്രപ്പീസിയംസ് ആർ പാരലോഗ്രാം. ഈ ഐസോസ്ലസ് ട്രപ്പീസിയം എന്ന് പറയുന്ന പാരലോഗ്രാം ആണ്. ഐസോസ്ലസ് ട്രപ്പീസിയത്തിന്റെ ഫോം എന്ന് പറയുന്നത് അത് ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇതിന്റെ അകത്ത് പാരലൽ അല്ലാത്ത സൈഡ്സുകൾ ഈക്വൽ ആയിരിക്കും. ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ഇത് പാരലോഗ്രാം അല്ല, ഇത് ഫോൾസ് ആണ്. കാരണം ഇതിന്റെ അകത്ത് ഒരേ ഒരു പെയറേ പാരലൽ ആയിട്ട് വരുന്നുള്ളൂ. ഈ ഒരു പെയർ മാത്രമേ പാരലൽ ആയിട്ട് വരുന്നുള്ളൂ. ഇതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ലൈൻസ് എങ്ങനെയല്ല, പാരലൽ അല്ല. അപ്പോ ഐസോസ്ലസ് ട്രപ്പീസിയം ABCD cannot be parallelogram because it has two non-parallel equal lines. ഇതിന് രണ്ട് നോൺ പാരലൽ ഈക്വൽ ലൈൻസ് ആണുള്ളത്. ഇപ്പൊ ABCD എന്ന് പേര് കൊടുക്കുവാണെങ്കിൽ it has two non-parallel equal sides AD and BC. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ്
ഫോൾസ് ആയിട്ടായിരിക്കും വരുന്നത്. ഇപ്പൊ ഇതാണ് ഐസോസ്ലസ് ട്രപ്പീസിയത്തിന്റെ ഫിഗർ. ഈ ഐസോസ്ലസ് ട്രപ്പീസിയത്തിന്റെ അകത്ത് ഈ സൈഡും ഈക്വൽ ആണേ ഉള്ളൂ. ഇതെന്തല്ല, പാരലൽ അല്ല. അതുകൊണ്ട് ഇതെന്തായി തീരൂല, പാരലോഗ്രായിട്ട് മാറില്ല. ഇത് സിമ്പിൾ ആയിട്ട് അവര് എക്സ്പ്ലനേഷൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ അകത്ത് ഇൻ സ്ക്വയർ ഡയഗണൽസ് ആർ ഓൾസോ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യന്റെ അകത്ത് ഫോർത്ത് ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും, കാരണം ബിക്കോസ് ദ സം ഓഫ് ദ ആംഗിൾസ് 360 ഡിഗ്രി ആണ്. ഫോർത്ത് ഫോൾസ് ഇറ്റ് മേ ബി എ കൈറ്റ് ഓൾസോ, ഇതിന് കൈറ്റും കൂടി ആകാം. സെവൻത്ത് വണ്ണിന് ദ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് മേ നോട്ട് ബി പാരലൽ ആണെന്നും നിർബന്ധമില്ല. ഇവിടെ നമുക്കിടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ട്രൂ ഓർ ഫോൾസ്, ജസ്റ്റിഫൈ യുവർ ആൻസർ. ഫോൾസ് ആണെങ്കിൽ മാത്രം ജസ്റ്റിഫൈ ചെയ്തിട്ടുള്ളൂ ഇവിടെ. അതിന്റെ റീസൺ നമ്മൾ എഴുതി വെച്ചാൽ മതി. ഇപ്പൊ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയും സിമ്പിൾ ആയിട്ട് എഴുതാം. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം, എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ അതുപോലെ തന്നെ ചെയ്യാം, അല്ല ഇത്രയും മതിയെങ്കിൽ ഇങ്ങനെ ചെയ്യാം. പിന്നെ വേറൊരു ഫോർത്ത് ക്വസ്റ്റ്യൻ, അത് ഞാൻ ഒന്നുകൂടി ഒന്ന് കാണിച്ചു തരാം. നമുക്കിടെ ഈ ക്വസ്റ്റ്യൻ, draw a Venn diagram showing the set of parallelogram, kites, rhombus, rectangle and square, then answer the following question. ഇതിന്റെ അകത്ത് ഏറ്റവും പുറമെ കിടക്കുന്നതാണ് നമുക്കിടെ പാരലോഗ്രാം. പാരലോഗ്രാത്തിന്റെ അകത്ത് കിടക്കുന്നതാണ് റെക്ടാങ്കിള്. റെക്ടാങ്കിളിന്റെ അകത്ത് കിടക്കുന്ന ആളാണ് സ്ക്വയർ. ഈ സ്ക്വയർ എന്ന് പറയുന്ന സംഭവം ആർക്കൊക്കെ കോമൺ ആണ്? റോംബസിന് ഒരു സ്പെഷ്യൽ കണ്ടീഷൻ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സ്ക്വയർ കിട്ടും. അതുപോലെ തന്നെ ഈ റോംബസും സ്ക്വയറും എന്ത് തന്നെയാണ്? ഒരു പാരലോഗ്രാം കൂടിയാണ്. അതുകൊണ്ടാണ് ഇത് രണ്ടും പാരലോഗ്രത്തിന്റെ അകത്ത് വരുന്നത്. കൈറ്റ് എന്തല്ല, പാരലോഗ്രാം അല്ല. പക്ഷെ കൈറ്റിന് കണ്ടീഷൻസ് കൊടുക്കുമ്പോൾ നമുക്ക് അതിനെ റോംബസിലും അല്ലെങ്കിൽ സ്ക്വയറിലേക്കും മാറ്റാൻ പറ്റും. അതുകൊണ്ടാണ് ഈ കൈറ്റ് എന്ന് പറയണത് പാരലോഗ്രത്തിൽ പെടൂല, പക്ഷെ അതിനെ നമുക്ക് എല്ലാ റോംബസും കൈറ്റാണ്, എല്ലാ സ്ക്വയറും കൈറ്റാണ്, അങ്ങനത്തെ ഒരു ഇതിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. അതുകൊണ്ടാണ് ഈ കൈറ്റിന്റെ അകത്ത് ഈ റോംബസും സ്ക്വയറും വരുന്നത്. ഓക്കെ, ഇനി കൺസ്ട്രക്ഷൻസ് വരുന്നത്, അതുപോലെ തന്നെ ജോമെട്രിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഇപ്പൊ നമ്മൾ കഴിഞ്ഞത്. ബാക്കിയത്തെ ഡ്രോയിങ് എല്ലാം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം കേട്ടോ. താങ്ക് യു.